ഹലോ! ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിലെ എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ ഷെയറിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോയിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം. മേക്ക് എ നോട്ട് ഓഫ് ദി അബവ് പാസേജ്, റീഡ് ദ പാസേജ് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദി ഫോളോവിങ്. അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അനിശ്ചിതാവസ്ഥ. ഹ്യൂമിലൈസേഷൻ, അപമാനം. നെഗ്ലക്റ്റഡ്, അവഗണിക്കുക. വേൾഡ് വാർ സോൾജിയേഴ്സ്, ലോകയുദ്ധ സൈനികർ. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. അറൈവൽ ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ വരവ്. എന്തൊക്കെയായിരുന്നു? ഫ്രീഡം ഇൻ ന്യൂ ഷേപ്പ്, പുതിയ രൂപത്തിലുള്ള സ്വാതന്ത്ര്യം. ഗാന്ധിജി അഡ്വൈസ്, ഗാന്ധിജിയുടെ ഉപദേശം. റിമൂവൽ ഓഫ് ഫിയർ എക്സ്പ്ലോയിറ്റേഷൻ ടു സ്റ്റോപ്പ്, ഭയം നീക്കം ചെയ്യലും നിർത്താനുള്ള ചൂഷണവും. നെക്സ്റ്റ്, ഹിസ് ടീച്ചിങ് ആൻഡ് മെത്തേഡ്, അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലും രീതികളും. ഫിയർലെസ്നെസ്, നിർഭയത്വം. ട്രൂത്ത്, സത്യം. ടു ഗെറ്റ് റൈഡ് ഓഫ് ഫിയർ, ഭയം ഒഴിവാക്കൽ. ഹിസ് ടു ഫോൾഡ് ആക്ഷൻ, അദ്ദേഹത്തിൻ്റെ 2 മടങ്ങ് പ്രവർത്തനം. ചലഞ്ചസ് ആൻഡ് റെസിസ്റ്റിംഗ്, വെല്ലുവിളികളും വിദേശ ഭരണത്തെ ചെറുക്കുന്നതും. ചലഞ്ചസ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിയർ റൂൾസ്. ദെൻ സോഷ്യൽ ഈവിൾസ്, സാമൂഹിക തിന്മകൾ. മൈനോറിറ്റി പ്രോബ്ലം, ന്യൂനപക്ഷ പ്രശ്നങ്ങൾ. ദ മോൾഡിംഗ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ഗാന്ധി വിഷസ് ആൻഡ് ഐഡിയാസ്, ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾക്കും ആശയങ്ങൾക്കും അനുസൃതമായി ഇന്ത്യ രൂപപ്പെടുത്തൽ. 1. ദ പ്യൂറസ്റ്റ് ടു ഫീൽ അബൌട്ട് ദ കൺട്രി, ആക്റ്റീവ് വോയിസ്, ഹാർമണി എമോങ് ദി കമ്മ്യൂണിറ്റീസ്, സെയിം റൈറ്റ് ഓഫ് മെൻ ആൻഡ് വുമൺ, രാജ്യത്തെക്കുറിച്ച് ഏറ്റവും സജീവമായ ശബ്ദം, സമുദായങ്ങൾക്കിടയിലുള്ള പൊരുത്തം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശം. അമേസിംഗ് ക്വാളിറ്റീസ് ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ അതിശയകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. അൺയൂഷ്വൽ പവർ, അസാധാരണമായ ശക്തി. ഹെൽഡ് ഓൺ ഹിസ് പ്രിൻസിപ്പിൾസ്, അവൻ്റെ തത്വങ്ങളിൽ നടന്ന്. ഫൈറ്റ് ഫോർ ക്വാളിറ്റി ആൻഡ് ഫ്രീഡം, സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമായി പോരാടുക. ഹാവ് യു കംപ്ലീറ്റഡ് ദ നോട്ട്? നൗ പ്രിപ്പയർ സമ്മറി ഓഫ് ദി പാസേജ്. ഇനി ഇത് വെച്ചിട്ട് ഒരു സമ്മറി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. 1 സ്പീച്ച്, അതുപോലെ രണ്ടാമത്തത് എഡിറ്റർക്കുള്ള ഒരു ഫോർമൽ ലെറ്ററാണ്. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സ്പീച്ച് നോക്കാം. എന്താണ് സ്പീച്ച് നോക്കാം. In connection with the Gandhi Jayanti, your school is organizing a program to propagate the relevance of Gandhian value in the present day. Prepare a deliver speech before the class. Hints, peace, fearlessness, truthfulness, influences, etc. ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ ഇന്നത്തെ ഗാന്ധിയൻ മൂല്യത്തിൻ്റെ പ്രസക്തി പ്രചരിപ്പിക്കുന്നതിന് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ പ്രസംഗം തയ്യാറാക്കാമെന്ന ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഡിയർ ഫ്രണ്ട്സ് ആൻഡ് മൈ ഡിയർ ടീച്ചേഴ്സ്, today I stand before you to speak about the topic the relevance of Gandhian value in the present day. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ അധ്യാപകരെ, ഇന്നത്തെ ഗാന്ധിയൻ മൂല്യയുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മഹാത്മാ ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നേഷൻ. At a time when revolution and struggle took place all around the world in physical battles and bloodshed,
മഹാത്മാഗാന്ധിജിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പിതാവ്. ലോകമെമ്പാടും ശാരീരിക പോരാട്ടങ്ങളിലും രക്തച്ചൊരിച്ചിലിലും വിപ്ലവ പോരാട്ടങ്ങളിലും നടന്ന ഒരു സമയത്ത് ഗാന്ധിജി began our independence struggle in absolute peace and perseverance. He introduced fasting without eating and drinking. ഗാന്ധിജി നമ്മുടെ സ്വതന്ത്ര സമരം ആരംഭിച്ചത് തികഞ്ഞ സമാധാനത്തിലും സ്ഥിരോത്സാഹത്തിലുമാണ്. അദ്ദേഹം ഉപവാസം അവതരിപ്പിച്ചു, ഭക്ഷണം പോലും കഴിക്കാതെ. 4 days as a tool of peaceful independence struggle and provided it successful in a country where many languages and cultures prevail. His peaceful tools are still very effective to maintain harmony and friendship between different communities. സമാധാനപരമായ സ്വതന്ത്ര സമരത്തിൻ്റെ ഉപകരണമായ ദിവസങ്ങളോളം അത് വിജയകരമാണെന്ന് തെളിയിച്ചു. നിരവധി ഭാഷകളും സംസ്കാരവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ സമാധാനപരമായ ഉപകരണങ്ങൾ വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും സൗഹൃദവും നിലനിർത്തുന്നതിന് ഇപ്പോഴും വളരെ ഫലപ്രദമാണ്. His theme of teaching during independence on truthfulness to attain fearlessness has a major significance today even after many decades. സ്വതന്ത്രകാലത്ത് നിർഭയത്വം കൈവരിക്കാനുള്ള സത്യസന്ധതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രമേയത്തിന് നിരവധി ദശകങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഒരു പ്രധാന പ്രാധാന്യമുണ്ട്. People in India are afraid of many small and big things around them. Fear develops when we find it difficult to say the truth. ഇന്ത്യയിലെ ആളുകൾ അവരുടെ ചുറ്റുമുള്ള ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളെ ഭയപ്പെടുന്നു. സത്യം പറയാൻ പ്രയാസപ്പെടുമ്പോൾ ഭയം വളരുന്നു. Therefore, we shall begin to expose ourselves, show our mind clearly, so that others would trust us. അതിനാൽ മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കുന്നതിനായി നാം സ്വയം വെളിപ്പെടുത്താൻ തുടങ്ങും, മനസ്സ് വ്യക്തമായിട്ട് കാണിക്കും. Gandhi's influence upon people was very high. He made it happen though his self-confidence and his ability to stay with them as one of them. ജനങ്ങളിൽ ഗാന്ധിജി സ്വാധീനം വളരെ കൂടുതലായിരുന്നു. തൻ്റെ ആത്മവിശ്വാസവും അവരിൽ ഒരാളായി അവരോടൊപ്പം തുടരാനുള്ള കഴിവുമാണെങ്കിലും അദ്ദേഹം അത് സംഭവിച്ചു. The people followed his advice because they knew that he was telling them the truth and he was the only one who could help them achieve the freedom and equality for men and women. അവരോടൊപ്പം സത്യം പറയുന്നുണ്ടെന്നും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വാതന്ത്ര്യവും സമത്വവും നേടാൻ സഹായിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂവെന്നും അവർക്കറിയാവുന്നതിനാൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ പിന്തുടർന്നു. The leaders of the present time should follow Gandhi to hold the people of this nation together. ഇന്നത്തെ നേതാക്കൾ ഗാന്ധിജിയെ പിന്തുടർന്ന് ഈ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തണം. He had a firm religious as well as cultural belief. Although he supported the modern aspects of life, he did not allow his beliefs to go after it. അദ്ദേഹത്തിന് ഉറച്ച മതവും സാംസ്കാരിക വിശ്വാസവും ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ആധുനിക വശങ്ങൾ അദ്ദേഹം പിന്തുണച്ചിരുന്നെങ്കിലും തൻ്റെ വിശ്വാസങ്ങളെ പിന്തുടരാൻ അദ്ദേഹം അനുവദിച്ചില്ല. He believed in all the religions and respected them. Although he was Hindu and lived firmly in his principle, there should be practical and friendly attitude for Indian today to maintain harmony among the people. എല്ലാ മതവിശ്വാസികളും വിശ്വസിക്കുകയും അദ്ദേഹം ഒരു ഹിന്ദുവാണെങ്കിലും അതിൻ്റെ തത്വങ്ങളെ ഉറച്ചു നിൽക്കുകയും ചെയ്തുവെങ്കിലും അവരെ പുനർവസിച്ച് ജനങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ ഇന്നത്തെ പ്രായോഗികവും സൗഹൃദമായ മനോഭാവമാണിത്. ഗാന്ധിജി വാസ് എ സ്ട്രോങ് ഇൻ ഹിസ് ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഈവൽസ് ഇൻ ദ കൺട്രി. ദ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ് സ്റ്റാൻഡേർഡ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി വർ അഗെയിൻസ്റ്റ് ഹിസ് പ്രിൻസിപ്പിൾസ്. രാജ്യത്തെ സാമൂഹിക തിന്മകൾക്കെതിരെ മനോഭാവത്തിൽ ഗാന്ധിജി ശക്തനായിരുന്നു. സമൂഹത്തിൻ്റെ നിലവിലുണ്ടായിരുന്ന ഉയർന്ന ക്ലാസും താഴ്ന്ന ക്ലാസും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു.
He wanted equal rights for men and women and wanted to eradicate the practice of untouchability. Some of the social evils have been eradicated, but some others, like child labor, religious hatred, exist still in country. The government and the leaders of now should follow Gandhiji to achieve success over them. Time is very short, so I want to conclude my speech. Thank you. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങൾ വേണമെന്നും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ചില സാമൂഹിക തിന്മകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു. എന്നാൽ മറ്റു ചിലതാവട്ടെ ബാലവേല, മതവിദ്വേഷം എന്നത് ഇപ്പോഴുമുണ്ട്. ഇപ്പോഴും രാജ്യത്തിന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നേതാക്കൾ ഗാന്ധിജിയെ പിന്തുടർന്ന് അവയിൽ വിജയം നേടണം. സമയം വളരെ ചെറുതാണ്. ആയതിനാൽ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് എ ലെറ്റർ ടു ദി എഡിറ്റർ എന്ന ഫോർമൽ ലെറ്റർ. ഫസ്റ്റ് നമ്മൾ ഫ്രം അഡ്രസ്സ് കൊടുത്തു. ആരാണോ അയക്കുന്നത് അവരെ അഡ്രസ്സ് നമ്മൾ കൊടുത്ത് ഡേറ്റ് നമ്മൾ കൊടുത്ത് താഴായിട്ട് ടു അഡ്രസ്സ് ആർക്കാണോ എഴുതുന്നത് എഡിറ്റർക്കാണ്. അപ്പോൾ ടു എന്ന് എഡിറ്ററിന് എഴുതി. ദെൻ സല്യൂട്ടേഷനായിട്ട് സർ, നേരെ മറിച്ച് സർ എന്ന് കൊടുത്തു. നേരെ മറിച്ച് ഒരു ഓഫീസ് മാഡമൊക്കെ ആണെങ്കിൽ മാഡം എന്ന് കൊടുക്കാം. പിന്നെ എന്തിനാണ് റീസൺ ഫോർ റിട്ടേൺ ദ ലെറ്റർ എഴുതുന്നതിൻ്റെ കാരണം ഇത്. പിന്നെ ഫീലിങ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. ലാസ്റ്റ് ഒപ്പീനിയൻ കൺക്ലൂഷൻ ചെയ്ത് നമ്മുടെ കത്ത് അവസാനിപ്പിക്കുക. ഈ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. I am writing this letter to express my concern about the article English should not be taught up to class 10th May 25th. ലേഖനത്തെക്കുറിച്ചുള്ള എൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുന്നതിനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്. May 25. English should not be taught up to class 10th May 25th by Mr. Santa Rao. I wonder what made him write such an article. 10ാം ക്ലാസ് വരെ ശ്രീശാന്ത് റാവു ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്. അത്തരമൊരു ലേഖനം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നു. How can one ignore the role of English in a fast developing world? അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇംഗ്ലീഷിൻ്റെ പങ്ക് അവഗണിക്കാൻ എങ്ങനെ കഴിയും? ഫ്രം ഹിസ് ആർട്ടിക്കിൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഹാസ് സം ഹിഡൻ അജണ്ട. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചില മറഞ്ഞിരിക്കുന്ന അജണ്ടയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. In this fast developing world, even an ordinary person think about giving better education to his or her children. അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു സാധാരണക്കാരന് പോലും തൻ്റെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. English is being taught in the സാക്ഷരതാ classes as well. The medium of instruction for various courses at higher level education is English. സാക്ഷരതാ ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഉയർന്ന വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള വിവിധ കോഴ്സുകളിലും പ്രബോധന മാധ്യമം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് ദ ഓൺലി ഗ്ലോബൽ ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇറ്റ് ഷുഡ് ബി ടോട്ട് റൈറ്റ് ഫ്രം ദി ലോവർ ക്ലാസ്സസ്. ഇംഗ്ലീഷ് മാത്രമാണ് ആഗോള ഭാഷയെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഷയാണെന്നും ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. താഴ്ന്ന വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇത് പഠിപ്പിക്കണം. സബ്സ്ക്രിപ്ഷനായിട്ട് യുവേഴ്സ് ട്രൂലി SD സിഗ്നേച്ചർ കൊടുത്തിട്ടില്ല. സിഗ്നേച്ചറിൻ്റെ ആവശ്യമില്ല. SD എന്ന് കൊടുത്താൽ മതി. നന്ദിനി P എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സ്പീച്ച്. ഗാന്ധിജിൻ്റെ എല്ലാ എലമെൻറ്റ്സും എടുത്തിട്ടൊരു സ്പീച്ച് തയ്യാറാക്കി. ദെൻ എക്സാമിന് നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ടു ദ എഡിറ്റർ എങ്ങനെ എഴുതേണ്ടതെന്നും ഫോർമൽ ലെറ്റർ എഴുതുന്ന ആ രൂപം പഠിച്ച് എങ്ങനെ എഴുതേണ്ടത് നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ടോപ്പിക്കും എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.
താങ്ക് യു.